ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ഇത് പിള്ളേർ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് 2 ടർക്കി കോഴികൾ വരാനുണ്ട് കേട്ടോ. അതിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി വൈകുന്നേരം തന്നെ അരച്ച് വെച്ച അരിമാവ് ഇതേ പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കിയിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കിണ്ണത്തപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിള്ളേർക്ക് അതിനോട് ഇത്തിരി താല്പര്യക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ മാവിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കും. അവർക്ക് അതാണ് താല്പര്യം. അതിന് അവർ കുഞ്ഞപ്പം എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞത് മക്കൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പീസാക്കിയിട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് തന്നെ. ഇതേ മക്കൾക്ക് ഞാനിത് വേറെ അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരതുമായിട്ട് പോയിരുന്ന് അവരുടെ കാർട്ടൂൺ കണ്ടിട്ട് രാവിലെ തന്നെ കഴിക്കുക കേട്ടോ. ഈ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊറ്റയ്ക്കിരുന്ന് തന്നെ കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വാരിക്കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അത് കഴിഞ്ഞൊരു 8ൻ്റെ പണിയായിരുന്നു. അത് നമ്മുടെ മോട്ടർ കത്തിപ്പോയായിരുന്നു. അപ്പം കിണറിൽ നിന്ന് അത് വലിച്ചെടുക്കുന്ന പരിപാടിയാട്ടോ. നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ഡാഡിയും അപ്പുറത്തെ ചേട്ടായിയൊക്കെ കൂടെ വലിച്ചെടുക്കുകയാണ്. അത്രയും താഴ്ചയുള്ള കിണറാണ്. വേനൽക്കാലം ആകുമ്പോഴേ ഇച്ചിരി വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മോട്ടറുള്ള വെള്ളം ഇച്ചിരി ഊറ്റി അടിക്കാനായിട്ട് മോട്ടർ ഇട്ടിട്ട് അതങ്ങ് കത്തിപ്പോയതാണ്. അപ്പോൾ നല്ല പണിയായിരുന്നു. പിള്ളേരൊക്കെ കൂടി അത് വലിച്ചെടുത്തു ഏതായാലും. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ വെള്ളം അടിച്ച് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി നന്നാക്കും. രാത്രി ആയപ്പോഴേക്കും കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇക്കൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഇച്ചിരി ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെയായിരുന്നു. ചേട്ടായിമാരുടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് വേറെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ചുമ്മാ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. Stone cold killer, 35 fresh bitch, ain't nobody realer. Slow mo and I ain't a only feel God.